ചെറുപ്പക്കാരാ, ഒരു പരിഹാരമേ ഉള്ളടോ. നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമേ ഉള്ളൂ. ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളും മാറണോ, സർവ്വ പ്രയാസങ്ങളും മാറണോ. ദിവസമെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ആ പള്ളിയിൽ പോയി നമസ്കരിച്ചു നോക്കടാ ചെറുപ്പക്കാരാ. ഒരു ദിവസമെങ്കിലും നീ ഒന്ന് നിസ്കരിക്കടാ പൊന്നുമോനെ. നാളത്തെ ഒരു ദിവസമുണ്ടല്ലോ, ബാങ്ക് വിളിക്കുമ്പോ എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിക്കടാ. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ പോകൂ. ആ പള്ളിക്കകത്തിരുന്ന് വേണം നീ ബാങ്ക് വിളിക്കുന്നത് കേൾക്കാൻ. നീ കാമത്ത് കൊടുക്കുന്നത് വരെ ആ പള്ളിക്കകത്തിരുന്ന് ദിക്റുകൾ പറയടാ പൊന്നുമോനെ. കാമത്ത് കൊടുത്തു മാമിന്റെ പുറകിൽ കയറി അവരെ തക്ബീറോടുകൂടി നാളത്തെ സുബഹി നിസ്കരിക്കടാ ചെറുപ്പക്കാരാ. ഇമാം സലാം വീട്ടി ദുആ ചെയ്തു, സലാത്ത് പറഞ്ഞു, എല്ലാവരും ഇറങ്ങി ഓടുകയാ. നീ ഇറങ്ങി ഓടല്ലോ, നീ ഇറങ്ങി ഓടല്ലോ. ആ പള്ളിയുടെ ഒരു സൈഡിൽ പോയിരിക്കടാ പെണ്ണോട്. അവിടെ കൊണ്ട് ഖുർആനോട്, അവിടെ കൊണ്ട് ദിക്റുകൾ പറ, അവിടെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യൂ. ഏതുവരെ എന്നറിയുമോ? സൂര്യൻ ഉദിക്കുന്നത് വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ നിങ്ങൾക്ക് ഒരു പരിപൂർണ്ണ ഉംറയുടെ പ്രതിഫലം വേണോ? നിങ്ങൾക്കൊരു പരിപൂർണ്ണ ഉംറയുടെ പ്രതിഫലം വേണോ? ഉംറ ചെയ്യണമെങ്കിൽ മക്കത്ത് പോകണമെന്നില്ല, ഇവിടെ ഇരുന്നും ചെയ്യാമോ? മക്കത്ത് പോയി ഉംറ ചെയ്യണ്ട എന്നല്ല, ഇവിടെ ഇരുന്നിട്ടും നിനക്ക് ഉംറ ചെയ്യാൻ കഴിയുമോ ചെറുപ്പക്കാരാ? എങ്ങനെയാണ് ഉംറ ചെയ്ത പ്രതിഫലം വേണമെന്നത്? എങ്ങനെയാണ് ഉംറയുടെ പ്രതിഫലം കിട്ടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബാ നമസ്കാരം കഴിഞ്ഞിട്ട് അതേ മുസല്ലയിൽ ഇരുന്ന് ആ ഇരിപ്പിലിരുന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ, ഇസ്റാഖിന്റെ സമയം വരെ ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്താൽ അവിടെ ഇരുന്നു കൊണ്ട് ദിക്ർ പറഞ്ഞു, ഖുർആൻ ഓതി, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. അതാ സൂര്യൻ ഉദിക്കുന്ന സമയം വരെ നീ ആ നിസ്കാരപ്പായിലിരുന്ന് നല്ല കാര്യം ചെയ്താ നിനക്കല്ല ഒരു പരിപൂർണ്ണ ഉംറയുടെ പ്രതിഫലം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, സുബഹി നമസ്കരിക്കുന്നവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, സുബഹി നമസ്കരിച്ചവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, ഈമാനിന്റെ പ്രകാശമുണ്ടാകും, ഈമാനിന്റെ പ്രകാശമുണ്ടാകും. അവന്റെ മുഖത്ത് ഒരു ഈമാനിന്റെ ചൈതന്യം കാണാം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, സുബഹി നമസ്കരിക്കാത്ത ദിവസം നീയൊന്നും ചെയ്യല്ലേ, ദിവസം നീ എന്ത് ചെയ്താൽ അതിൽ ബറക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പ്രിയമുള്ള ചെറുപ്പക്കാരാ, നാളെ സുബഹിക്ക് പള്ളിയിൽ പോയി സുബഹി ജമാഅത്തായി നിസ്കരിച്ച് സുബഹിക്കുന്നത് വരെ പള്ളിയിൽ നിന്നു വെളിയിലേക്ക് ഇറങ്ങി പോകൂ. അല്ലാഹുവേ, നിന്റെ കാര്യങ്ങൾ മുഴുവനും നടക്കുകയാണ്. ബാങ്ക് വിളിച്ചു പോയി നമസ്കരിക്കടാ പൊന്നുമോട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നിന്ന് അല്ലാഹു ഈമാനിന്റെ പ്രകാശമെടുത്ത് മാറ്റുകയാണ്. അല്ലാഹു അവനെ കൈവിടുകയോ, അല്ലാഹു അവനെ കൈവിടുകയോ, നീ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമസ്കാരം മുടക്കല്ലേ, നമസ്കാരം മുടക്കല്ലേ. നമസ്കരിക്കാത്തവന് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാരണം മനസ്സിലായോ? നിന്റെ വീട്ടിലെ ദാരിദ്ര്യം ഉണ്ടാകാം, പഴയതുപോലെ സന്തോഷമില്ലാത്തതിന്റെ കാരണം മനസ്സിലാക്കിക്കോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നമസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യര് അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കുകയാണ്, ദാരിദ്ര്യം കൊടുക്കുകയാണ്. അസൽ നമസ്കാരമുണ്ടല്ലോ, മുടക്കല്ലേ പൊന്നുമോനെ, മുടക്കല്ലേ പൊന്നുമോര്. നമസ്കാരം മുടക്കുന്നവന് അല്ലാഹു അവന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുകയോ,
നഷ്ടപ്പെടുകയാണ്, നിന്റെ ഹൃദയം കല്ലാവുകയാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനതാ രോഗിയാ, ചെറുപ്പത്തിലെ രോഗിയാ, രോഗിയാണ്, പിടിച്ചിട്ടുണ്ട്, കൈകാലുകൾ വേദനയാണ്, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വല്ലാത്ത വേദനകളാണ്, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമടാ ചെറുപ്പക്കാരാ. മഗ്രിബ് നമസ്കാരം കളയല്ലേ, മഗ്രിബ് നമസ്കാരം ഉപേക്ഷിക്കുന്നു. മഗ്രിബ് നമസ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ മക്കൾ അവന് വാഴൂല, അവന്റെ മക്കൾ അവന് പ്രയോജനമില്ല. നമസ്കാരം ഉപേക്ഷിക്കരുത്. നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു സമാധാനം എടുത്തു മാറ്റുകയോ, റാഹത്ത് നഷ്ടപ്പെടുകയോ, ടെൻഷനാണ്, പ്രയാസമാണ്, ദുഃഖമാണ്, ദുരിതമാണ്. പഠിച്ചവരെ തിന്നാല് വയറ് നിറയുന്നില്ല, ഉറക്കം വരുന്നില്ല, സമാധാനമില്ല, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് മുത്തിനബി അവിടെ പറഞ്ഞു വരികയാ, മോനെ മോനെ നിനക്കൊരു നല്ല മരണം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം വേണോ ചെറുപ്പക്കാരാ? അയ്യാലസ്വലാ അയ്യാലൽ ഫലാ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ വിജയത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ എന്ന് വിളിക്കുന്നത് കേട്ടാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നീ തയ്യാറാകരുത്. എന്ത് ജോലിയാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും പൊന്നുമോനെ സർവ്വതും അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചാ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈ നാട്ടുകാർ മുഴുവനും നിന്റെ മയ്യത്ത് കാണാൻ വരുന്ന ദിവസം ചിരിച്ചുകൊണ്ട് കിടക്കാമടാ പൊന്നുമോര്. അല്ലാഹു നിനക്കൊരു നല്ല മരണം തരും പൊന്നുമോര്. നമസ്കരിക്കുന്നവർക്ക് പടച്ചറബ് നല്ല മരണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മഹാനായ മുത്തുനബി പറയുകയാ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരു നല്ല മരണം കിട്ടാൻ, ഒരു നല്ല മരണം കിട്ടാൻ, സയ്യിദിന്റെ കൂലി കിട്ടുന്ന മരണം കിട്ടാൻ മൂന്നാമത്തെ നല്ല കാര്യം എന്തെന്നറിയുമോ? പ്രവാചകൻ പറയുന്നു, സഹാബാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, ആ ഖുർആൻ ആരെങ്കിലും നിത്യമായിട്ട് ഓതിയാൽ, ആ ഖുർആനിനെ സ്നേഹിച്ചാൽ, ആ ഖുർആനിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചാൽ അല്ലാഹു അവന് നല്ല മരണം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മോനെ ഖുർആൻ ഓതലാ പൊന്നുമോര്. അലമാരിക്കകത്ത് വെക്കാറുള്ളതല്ല, അത് മരണ വീട്ടിലെടുത്ത് ഓതാറുള്ളത് മാത്രമല്ല, അത് എന്നും ഓതാൻ കഴിയണം പൊന്നുമോര്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞല്ലോ, ഓതുന്ന മനുഷ്യര് ഓരോ ഹർഫിനും 10 നന്മ, ഓരോ അക്ഷരത്തിനും 10 നന്മ വെച്ചു കൊടുക്കുമെന്ന. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആര് നിത്യമായിട്ട് ഓതുന്നുണ്ടോ അള്ളാഹു അവന് നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഖുർആൻ ഓതണം കഴിവിന്റെ പരമാവധി. എത്ര സൂറത്തുകൾ എത്ര നമുക്ക് ഓതാൻ കഴിയുമോ എന്റെ ചെറുപ്പക്കാരാ ഓതടാ പൊന്നുമോനെ. എത്ര സൂറത്ത് നീ കാണാതെ പഠിച്ചിട്ടുണ്ട്? നീ മദ്രസയ്ക്ക് പഠിച്ചപ്പോ ഉസ്താദന്മാർ ഒരുപാട് സൂറത്തുകൾ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നീ എല്ലാം മറന്നു കളഞ്ഞു. നീ അത് ഓതാതെ എല്ലാം മറന്നു കളഞ്ഞു. നിനക്കതിലുണ്ടാകുന്ന ഭവിഷ്യത്ത് അറിയുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സഹാബ നരകത്തിൽ എളുപ്പം പോകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ? നരകത്തിലേക്ക് എളുപ്പം പോകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ? എന്താ മുത്തുനബിയെ? പ്രവാചകൻ പറഞ്ഞു, ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നാ മതി, നീ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദന്മാര് എത്ര സൂറത്ത് വല്ലുഹ മുതൽ താഴോട്ടുള്ള സൂറത്തുകളൊക്കെ മദ്രസയിൽ പഠിപ്പിച്ചവരാ. എത്ര പേർക്കറിയാം? എത്ര പേർക്കറിയാം? വല്ലുഹ മുതൽ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൻ നാസ് വരെ 20 22 സൂറത്തുകളുണ്ട്. ഈ സൂറത്തുകളൊക്കെ ഒന്ന് കാണാതെ ഓതാൻ അറിയുന്നവരൊന്ന് കൈപൊക്കിക്കേ.
ഖുർആനിലെ വേണ്ട പോട്ടെ, ഖുർആനിലെ ഒരു 10 സൂറത്ത് അലിഫ് ലാം മീം മുതൽ മിനൽ ജിന്നത്തി വന്നാസ് 114 സൂറത്തുകളുണ്ട്. ഒരു 10 സൂറത്ത് കാണാതറിയുന്നവരൊക്കെ കൈപൊക്കിക്ക്, കൈതാഴ്ത്ത്. യാസീൻ കാണാതെ ഓതാൻ അറിയുന്നവരൊക്കെ കൈപൊക്കിക്ക്. അപ്പോഴും എന്താ പകുതി ആൾക്കാർ, അപ്പോഴും പകുതി ആൾക്കാർ പഠിച്ചതല്ലേ യാസീൻ. നിങ്ങളൊക്കെ യാസീൻ, നമ്മളെല്ലാവരും യാസീൻ ഓതാൻ പഠിച്ചവരാ, പക്ഷെ ഓതണില്ല. എന്താ യാസീന്റെ മഹത്വം? എന്താ യാസീനിന്റെ മഹത്വം? മരിച്ച പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഖബറിന്റെ ചാരത്ത് വെച്ചിട്ട് യാസീൻ ഓതുമല്ലോ, വേറെ ഒരു സൂറത്ത് ഓതത്തില്ല, യാസീൻ ഓതും. എന്തേ കാരണം? മയ്യത്ത് ഖബറിലിറക്കി വെച്ചിട്ട് ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് യാസീൻ ഓതുന്നു. യാസീൻ ഓതുന്ന എന്തിനെന്നറിയോ? മരിച്ചവരുടെ ഖബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതിയാൽ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ, നിന്റെ ഉമ്മ 40 ദിവസം അള്ളാഹു ആ മനുഷ്യന് സമാധാനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. യാസീൻ ഖബറിന്റെ ചാരത്ത് വെച്ച് ഓതുകയാണെങ്കിൽ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെടും. അതുകൊണ്ടാണ് യാസീൻ ഓതാൻ പറഞ്ഞത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സൂറത്തുൽ മുൽക്ക് ഒരു സൂറത്തുണ്ട്, 30 ആയത്തുണ്ട്. സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ഓതാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. അറിയില്ല. സൂറത്തുൽ വാഖിയ ഓതാൻ അറിയുന്നവർ കൈപൊക്കിക്കേ. സൂറത്തു റഹ്മാൻ ഓതാൻ അറിയുന്നവർ കൈപൊക്കിക്കേ. സൂറത്തു സജദ ഓതാൻ അറിയുന്നവർ കൈപൊക്കിക്കേ. സൂറത്തു സജദ, സൂറത്തുൽ കഹ്ഫ് ഓതാൻ അറിയുന്നവർ കൈപൊക്കിക്കേ. പിന്നെ നിനക്കൊക്കെ സന്തോഷം വരും, അല്ലാഹ് തരും കേട്ടാ. നല്ല മരണമല്ല. ഈ സൂറത്തിന്റെ ഒക്കെ പ്രത്യേകത എന്താ? എടാ, സൂറത്തുൽ വാഖിയ മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയ മരിക്കുന്ന കാലം വരെ അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെയൊക്കെ വാപ്പായും ഉമ്മായും ഗൾഫിലുണ്ടോ? നിങ്ങളുടെയൊക്കെ പഴയ കാലം ചിന്തിക്ക്. വാപ്പായും ഉമ്മായും ഗൾഫിൽ പോയിട്ടാ വീട് വെച്ച്, ഗൾഫിൽ പോയിട്ടാ മക്കളെ കെട്ടിയേ, അല്ലെങ്കിൽ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടാ നിങ്ങളെയൊക്കെ, നിങ്ങളുടെ പെൺമക്കളെയൊക്കെ കെട്ടിച്ചതല്ലല്ലോ. എന്തുകൊണ്ട്? അവരുടെ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം അല്ലാഹു കൊടുത്തിട്ടില്ല. കാരണം അവര് മഗ്രിബിന്റെ ഇശായിന്റെയും ഇടയിൽ സൂറത്തുൽ വാഖിയ ഓതുമായിരുന്നു. സൂറത്തു സജദ എന്താ പ്രതിഫലം? 3 പേജേ ഉള്ളൂ. സൂറത്തുൽ സജദ മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയ അവന് ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് ഹദീസിൽ കാണാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്ത പ്രതിഫലം? എന്ത് ചെയ്ത പ്രതിഫലം? പറ, എന്ത് ചെയ്ത പ്രതിഫലം? ഹജ്ജിന് പോയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഹജ്ജിന് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. അല്ലാഹു അഅലം. ബാക്കിയുള്ളവരാരും എന്താ ഇപ്പൊ പോകാത്ത? പൈസ ഇല്ലാത്തണ്ട? സുബ്ഹാനല്ലാഹ്. ഹജ്ജിന് പോയാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഹജ്ജിന് പോയ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര പേരെ കൊണ്ടുപോകാം? എത്ര പേരെ കൊണ്ടുപോകാം? പറഞ്ഞ എത്ര പേരെ? ഷഹീദ് ഉണ്ടല്ലോ, ഷുഹദാക്കൾക്ക് 70 പേര്. ഷുഹദാക്കൾക്ക് 70 പേര്. ഹാഫിളീങ്ങൾക്ക് 40 പേര്. ആലിമീങ്ങൾക്ക് 10 പേര്. പിന്നെ ഖുർആൻ, പിന്നെ നിങ്ങൾക്ക് ഒരാളെങ്കിലും. എന്നാ ഹജ്ജിന് പോയിട്ടുള്ള ഒരു ഹാജിക്ക് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്ന. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യ് ഹജ്ജിന് പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പൊക്കൂടെ ഒന്ന് നിയ്യത്ത് ചെയ്തേ, ഒന്ന് എഴുന്നേറ്റ് നിന്നെ. ഹജ്ജിന് പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഹജ്ജിന് പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ്. പോയവർക്കും പോകാൻ കേട്ടാ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇനിയിപ്പോ വീടും പറമ്പെല്ലാം ഗവൺമെന്റ് കൊണ്ടുപോയല്ലേ, വിറ്റിട്ട് പോയാരെ. വീടും പറമ്പൊക്കെ വിറ്റിട്ട് ഹജ്ജിന് പോകും. കുറച്ച് കഴിഞ്ഞാൽ പോകാനും പറ്റൂല. അതല്ലേ അവസ്ഥ. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പൊ ഹജ്ജിന് പോകാൻ പൈസ ഇല്ലല്ലേ? ഹജ്ജിന് പോകാൻ പൈസ ഇല്ലല്ലേ? എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു സൂറത്തു സജദ 3 പേജുണ്ട്. ഈ ആയൊരൊറ്റ സൂറത്ത് ഓതിയ ഒരു ഹജ്ജിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തു റഹ്മാൻ. ഉസ്താദെ, വീട്ടിൽ ഷർറ ഉസ്താദെ, ശൈത്താന്റെ ഉപദ്രവം ഉണ്ട് ഉസ്താദെ. എന്ത് കിട്ടിയാലും തികയുന്നില്ല ഉസ്താദെ. മക്കളൊക്കെ കടന്ന് കുരുത്തക്കേടാ ഉസ്താദെ. ഇല്ലേ? കന്നിമൂലയൊക്കെ കുറ്റം പറയുന്നവർ സൂറത്തു റഹ്മാൻ ഓത്. നിന്റെ വീടിന്റെ അകത്തിരുന്നിട്ട് എപ്പോഴെങ്കിലും സൂറത്തു റഹ്മാൻ ഓത്. ശൈത്താനിന്റെ ഉപദ്രവം മാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്ത്
പ്രതിഫലം എന്നറിയുമോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചു കൊണ്ടുവന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പേടിച്ച് വിറച്ച ഒരു ചെറുപ്പക്കാരനെ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്നു. ഈ ചെറുപ്പക്കാരൻ പേടിച്ച് നിൽക്കുക. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്താ പറ്റിയത് നബിയെ? ഇന്നലെ രാത്രി ഞാനൊരു യാത്ര കഴിഞ്ഞു വരുമ്പോ ഒരു കച്ചവടക്കാരനാ ഇബ്നു അബ്ബാസ് തങ്ങൾ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോയപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ, ഞാനൊരു യാത്ര കഴിഞ്ഞു വന്നപ്പോൾ ക്ഷീണം കാരണം ഞാൻ ഒരു സ്ഥലത്ത് തമ്പ് കെട്ടിയിട്ട് കിടന്നുറങ്ങി. ഉറക്കത്തിൽ നല്ല ഉറങ്ങിക്കഴിഞ്ഞപ്പോ ആരോ സൂറത്തുൽ മുൽക്ക് ഓതുന്നു. തബാറക്കല്ലദീ ബിയദിഹിൽ ഷൈഇൻ ഖദീർ. ഈ സൂറത്ത് ആരോ ഓതുന്നുണ്ട്. ഈ ചങ്ങാതി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. സൂറത്തുൽ മുൽക്ക് ഓതുന്നത് കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് 4 ഭാഗത്ത് നോക്കുന്നു. ആരാ ഓതുന്നേ? ആരെയും കാണുന്നില്ല, ഒരാളെയും കാണുന്നില്ല. അള്ളാഹു ചെറുപ്പക്കാരൻ വിചാരിച്ചു തോന്നിയതായിരിക്കും. പിന്നെയും കടന്നു. ഇല്ല, പിന്നെയും ആരോ ഓതുന്നു. എഴുന്നേറ്റ് നോക്കി, ആരെയും കാണുന്നില്ല. രണ്ടാമതും നോക്കി, ഒരാളെയും കാണുന്നില്ല. പടച്ചവനെ, ഈ ചെറുപ്പക്കാരൻ കടന്നു. മൂന്നാമതും സൂറത്തുൽ മുൽക്ക് ഓതുന്നത് കേട്ടപ്പോ ചെറുപ്പക്കാരന് മനസ്സിലായി, ഇത് ഓതുന്നത് ഞാൻ കിടക്കുന്നതിന്റെ അടിയിൽ നിന്നാണ്. ഖുർആൻ കേൾക്കുന്നത് എന്ന് മനസ്സിലായി. താനെ തമ്പിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് തുണി അങ്ങോട്ടെടുത്ത് മാറ്റി നോക്കിയപ്പോ ഈ ചങ്ങാതി കിടക്കുന്നത് ഒരു ഖബറിന്റെ മുകളിലാ. ആ ഖബറിന്റെ അകത്തിരുന്നിട്ടൊരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് ഓതുകയാ. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ഈ ചെറുപ്പക്കാരൻ പേടിച്ചു വിറച്ചുകൊണ്ട് മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, ഖബറിന്റെ അകത്തിരുന്നിട്ട് ഒരാള് സൂറത്തുൽ മുൽക്ക് ഓതുന്നത് ഞാൻ കേട്ടു നബിയെ. മുത്തുനബി ചോദിക്കുക, അതാ വലിയ അത്ഭുതം. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ മുൽക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിത്യമാക്കി കഴിഞ്ഞാൽ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ അവന്റെ മണ്ണറ പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സിനിമയുടെയും സീരിയലിന്റെയും മുന്നിലിരിക്കുന്ന സമയമാണ്. മഗ്രിബിന്റെ ഫർദ് നമസ്കാരം കഴിഞ്ഞാല് അല്ലാഹുവേ, നീ എന്ത് ചെയ്യണമെന്നറിയുമോ? സൂറത്തുൽ വാഖിയ. ഒരിക്കലും നിനക്ക് ദാരിദ്ര്യമുണ്ടാകില്ല. തന്റെ പെൺമക്കളെ കെട്ടിക്കാൻ പിരിവിന് നടക്കണ്ട. ഒരുത്തന്റെ വീടിന്റെ മുന്നിൽ നീ പോയി നിന്റെ ഭർത്താവിനെ വിട്ടിട്ട് കൈനീട്ടി യാചിപ്പിക്കേണ്ട അവസ്ഥ അല്ലാഹു വരുത്തൂല. സൂറത്തുൽ വാഖിയ ഓതിയാ മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ല. 2 സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ ഓതിയാൽ നിന്റെ വീടിന്റെ അകത്തുള്ള സർവ്വ മുസീബത്തുകളും മാറുകയാണ്. സർവ്വ സിഹ്റും ബാത്തിലാവുകയാണ്. സർവ്വ കൂടോത്രങ്ങളും നശിക്കുകയാണ്. സർവ്വ പ്രാക്കുണ്ടല്ലോ, സർവ്വ ശാപമുണ്ടല്ലോ, നേരുണ്ടല്ലോ. സൂറത്തുർ റഹ്മാൻ ഓതിയാൽ എല്ലാം അല്ലാഹു പൊട്ടിച്ചു കളയുകയാ. അത് കഴിഞ്ഞ് റബ്ബേ സൂറത്തുൽ സജ്ദ ഓതിയാ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലെ വീടിന്റെ അകത്തിരുന്ന് ഹജ്ജ് ചെയ്യാൻ 3 പേജുള്ള പടച്ചവനെ 3 പേജുള്ള സൂറത്തു സജ്ദ ഓതിയ ഹജ്ജിന്റെ പ്രതിഫലമാ. സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന 50 ആയത്തുള്ള അതും 3 പേജാണ്. ആ സൂറത്ത് ഓതിയാ നിന്റെ മണ്ണറ അല്ലാഹു മണിയറയാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ ഖബർ പ്രകാശിക്കുകയോ, നിന്റെ ഹൃദയം പ്രകാശിക്കുകയോ, നിന്റെ ജീവിതം പ്രകാശിക്കുകയോ, നിന്റെ വീട് പ്രകാശിക്കുകയോ. പെങ്ങളെ, ഈ ഖുർആൻ ഓതിയാൽ അതാ പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രകാശമാണല്ലോ. ആ ഖുർആൻ ഓതിയാൽ നിന്റെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും കിട്ടുമെങ്കിലോ എന്റെ പെങ്ങളെ, എന്തുകൊണ്ട് നിനക്ക് ഓതാ കഴിയുന്നില്ല? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്വർഗം വേണോടാ പുണ്യമോനെ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം പറയാ. നിനക്ക് സ്വർഗം വേണോ? അല്ലാഹുവിന്റെ സ്വർഗം നിങ്ങളിൽ ആർക്കെങ്കിലും വേണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഖുർആനിലെ ഒരായത്ത് ഓതിയാൽ
ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാരതികളെ തേടികളെന്ന പടച്ചറപ്പിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ ആ സ്വർഗ്ഗം നിനക്ക് വേണോ പോലെ ഇതിന്റെ പ്രമാണം കൊടുക്കണ്ട ശരീരത്തിൽ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരി കൊടുക്കണ്ട രാവിലെ പകലും പട്ടിണി കിടക്കണ്ട നോമ്പ് പിടിക്കണ്ട കഷ്ടപ്പെടണ്ട ഉറക്കമൊഴിയണ്ട അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ഖുർആനിലെ ഒരായത്ത് അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഖുർആനിലില്ലാത്ത ഒന്നുമില്ല ഖുർആനിലില്ലാത്ത ഒന്നുമില്ല പടച്ചവനെ അപകട മരണങ്ങളെ തൊട്ട് നിനക്ക് രക്ഷപ്പെടണോ ചെറുപ്പക്കാരാ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണമുണ്ടല്ലോ പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാതെ വെട്ടി കീറുന്ന മരണമുണ്ടല്ലോ അല്ലാഹുവേ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ ഇവിടെ മുതൽ അങ്ങ് താഴെ വരെ കീറിക്കളയുന്ന ഒരു മരണം. അല്ലാഹുവേ, ഞാൻ 2 ദിവസം മുമ്പ് ഈ വരുന്ന ബുധനാഴ്ച ദിവസം ഞാനും കണ്ടതാ ഒരു മയ്യത്ത്. അല്ലാഹുവേ, എന്റെ വീടിന്റെ തൊട്ടു മുകളിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ വണ്ടിക്കകത്തിരുന്നിട്ട് മരണപ്പെട്ടു പോയി. ഇതാ ഇവിടെ മുതൽ താഴെ വരെ അല്ലാഹുവേ പടച്ചവനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ചാക്ക് തച്ചു വെച്ചിരിക്കുന്നത് പോലെ തച്ചു വെച്ചിരിക്കുന്ന അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു അപകട മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാന്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ട് ഇറങ്ങിപ്പോയാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാം ഖുർആനിലുണ്ട്. വണ്ടിക്കകത്ത് കയറുമ്പോ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടണോ? വണ്ടിക്കകത്ത് കയറിയിട്ട് ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടണോ? ദുർമരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണോ? അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്തോത് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആനിൽ ഇല്ലാത്ത ഒന്നുമില്ല. സ്വർഗം വേണോ? ആർക്കെങ്കിലും വേണോന്ന് ആഗ്രഹമുള്ളവര് കൈപൊക്ക്. സ്വർഗം വേണോന്ന് ആഗ്രഹമുള്ളവര് ഞാൻ പറഞ്ഞുതരാം. നീ പൈസ ഒന്നും കൊടുക്കണ്ട, നീ തലകുത്തിയൊന്നും അറിയണ്ട. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഇന്നു മുതൽ ഓദിക്കോ. അള്ളാഹ് നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബിയനാ റസൂലുള്ളാഹി. അള്ളാഹ് നിനക്ക് സ്വർഗം തരും. ഖുർആനിലെ ഒറ്റ ആയത്ത് ഇന്നു മുതൽ ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? പറ, ഓതുവോ? എന്താടാ ചിരിക്കണേ? ഒരുത്തിരുന്ന് ചിരിക്കണ അളിയ. അപ്പൊ ഇന്നു മുതൽ അപ്പൊ നിസ്കരിക്കൊന്നും വേണ്ട, ഒറ്റ ആയത്ത് ഓതിയാ മതിയില്ലേ? അപ്പൊ ഈ നിസ്കരിക്കൊന്നും വേണ്ട, വായതൊന്നും കേൾക്കണ്ട, ഒറ്റ ആയത്ത് ഓതിയാ സ്വർഗം കിട്ടും. അങ്ങനെയല്ല. ഖുർആനിലെ ഒരായത്ത്, മോനെ ഖുർആൻ ഇല്ലാത്ത ഒന്നുമില്ല. ഖുർആനിലെ ഒരായത്ത് ഓതിയാ അള്ളാഹു നിനക്ക് സ്വർഗം തരും. ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ട് വണ്ടി കയറിക്കോ, ഒരിക്കലും നിനക്ക് ആക്സിഡന്റ് പറ്റൂല. നിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു ഗതി അള്ളാഹു നിനക്ക് വരുത്തൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല പെണ്ണിനെ വേണോ? നല്ല പെണ്ണുപിള്ളയെ വേണോ? സാലിഹത്തായ ഭാര്യ വേണോ? കെട്ടി വീട്ടിൽ കൊണ്ടിട്ടിരിക്കണ ആമിനെ നേരെയാകണോ? ഖുർആനിൽ ആയത്തുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തുണ്ട്. സാലിഹത്തായ പെണ്ണിനെ വേണോ? സാലിഹായ ഭർത്താവിനെ വേണോ? സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്, ഖുർആൻ ഓദിക്കോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലാത്ത ഒന്നുമില്ല. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ ഇല്ലാത്തതൊന്നുമില്ല. നീ എന്തേ കരുതിയത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാ, അള്ളാന്റെ ഖുർആനെ കുറിച്ച് നീ പഠിക്കാഞ്ഞിട്ടാ. എടാ പൊന്നുമോനെ, ഏത് മാരക രോഗവും മാറ്റാൻ ഖുർആൻ മരുന്ന് പറഞ്ഞിരുന്നുണ്ട്. ഏത് മാരക രോഗവും മാറാൻ ഖുർആനിൽ ശിഫാഇന്റെ 7 ആയത്തുണ്ട്. ഓതി വെള്ളത്തിൽ ഊതി കൂടി ഒരിടത്തും പോണ്ട. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ 7 ആയത്ത്, ശിഫാഇന്റെ ആയത്ത് ഉസ്താദന്മാരോട് ചോദിക്ക്. ഖുർആനിൽ ശിഫാഇന്റെ ആയത്തുണ്ട്. ഈ ആയത്ത് ആദ്യം വെള്ളത്തിൽ ഊതിയിട്ട് കൂടി ആശുപത്രി പിന്നപ്പോ നിന്റെ ഏത് രോഗവും മാറും. വീട് വേണോ? നിനക്ക് വീട് വേണോ? സ്വന്തമായിട്ട് വീട് വേണോ? ഖുർആനിൽ ആയത്തുണ്ടടാ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുണ്ട്, ലീലാഫി ഖുറൈസിൻ നീലാഫിഹിം റിഹ്ലത ശിതാഇ വസൈഫ്. എടുത്തു വെച്ച് ഓതു മക്കളെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗം കിട്ടാനുള്ള ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. സമയം 12 മണിയായി. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വന്നാൽ നമുക്കൊന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എഴുന്നേറ്റ് വന്നേ. ബിസ്മില്ലാ.
ഇൻഷാ അല്ലാഹ്. എഴുന്നേറ്റ് വാ, അൽഹംദുലില്ലാ. എല്ലാവരും കയറിക്കതു. വാ, ഇനി കുറച്ചു നേരം നിൽക്കാം. ഞാൻ സുഖമില്ലാതെ ഇത്രയും നേരം നിന്ന്, ഇനി നിങ്ങൾ നിൽക്കുക. വാ, ഇങ്ങ് കയറിക്കോ. ഇങ്ങ് പാടച്ചങ്ങായി VIP കയറിക്കോ, എല്ലാവരും കയറിക്കോ. അപ്പുറത്ത് താട്ട് എല്ലാവരും താഴെ ഇറങ്ങി അങ്ങോട്ട് കയറി നോക്കി. വാ, പെട്ടെന്ന് ദുആ ചെയ്യാം. നല്ല തണുപ്പുണ്ട് കേട്ടാ, നല്ല മഞ്ഞുണ്ട്. സഹോദരിമാരൊക്കെ എഴുന്നേറ്റ് വാ, അൽഹംദുലില്ലാ. പെട്ടെന്ന് അവിടെ നിൽക്കണ്ട, പോയരെ പൊക്കോ, വീട്ടിൽ പൊക്കോ. പോ, അവിടെ നിൽക്കണ്ട. ഒന്നി ഇങ്ങ് വാ, ഇല്ലെങ്കിൽ പോ. പെട്ടെന്ന് പൊക്കോളി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. സ്വലാത്തു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്തിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ എല്ലാം ഇറങ്ങി പോകണ്ട. എന്താ അനുസരണം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നിങ്ങൾ ആലോചിക്കേ, എടാ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയമായി സമയം. എല്ലാത്തിനും കൂടെ ഇവിടെ നിന്ന് അടിച്ചിറക്കാനുള്ള പരിപാടി. ഞങ്ങളിപ്പോൾ കേരളത്തിലേക്കാണെങ്കിൽ ഇത്തിരി സമാധാനം ഉണ്ട് കേട്ടോ. അവിടെ ആകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ ഈ ഫ്ലൈറ്റ് ഒന്ന് നിർത്തണം മോനെ, പേടിയാവണം, തലവെല്ലാം വീഴുമോ. ഒന്നാമത് എയർപോർട്ടിലൊക്കെ കളിപ്പാട്ടം കൊണ്ടുവെക്കണ കാലമല്ലേ എവിടെ എങ്ങടൊക്കെ. ശരി, നമ്മളാരെങ്കിലും വെച്ച തീവ്രവാദി, അവർ വെച്ച ഭ്രാന്തൻ, കുഴപ്പമില്ല, കാലം പോയ പോക്കെ. എന്താ മക്കളുടെ പാടാ, കയറി വാ, അൽഹംദുലില്ലാ. ഇല്ല, ഇങ്ങോട്ട് പോ. ഒന്നീ പോ, ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫി സഈർ. ഒന്നീ സ്വർഗത്തിൽ കയറ്, അല്ലെങ്കിൽ പോ. ആ നിൽക്കണ ചങ്ങായിമാരോട് ഒന്നീ സ്വർഗത്തിൽ കയറില്ല, പോയ രസമില്ല, പൊക്കോ. അൽഹംദുലില്ലാ, സന്തോഷം. എനിക്ക് ആമീൻ പറയുമ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടവർ മാത്രം മതി. അഹങ്കാരികളുടെ ആമീൻ അള്ളാഹിക്ക് വേണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അഹങ്കാരികളുടെ ആമീൻ അള്ളാഹിക്ക് വേണോ ചങ്ങാതി? വേണ്ട. അഹങ്കാരിയുടെ ദുആ അള്ളാഹ് സ്വീകരിക്കൂല. അതുകൊണ്ട് ഒന്നീ സ്വർഗത്തിൽ കയറല്ലേ പോ. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഞാൻ കുറച്ച് ഇൽമു പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഇന്ന് മുതൽ ഹയാത്താക്ക് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ചെയ്തൂടെ താത്തമാരൊക്കെ എഴുന്നേറ്റാ? ഇത്രയും നേരം ഞാൻ നിന്ന്, ഇനി ഒരു 10 മിനിറ്റ് നിങ്ങൾ നിൽക്കും. ഒറ്റൊരെണ്ണം ഇരിക്കരുത്, എഴുന്നേറ്റ് നിന്നോ. ഇനിയിപ്പോൾ പഞ്ചായത്തിലും വില്ലേജിലൊക്കെ പോകാനുള്ളതാ. പഞ്ചായത്തിലും വില്ലേജിലൊക്കെ പോകാനുള്ളതല്ലേ, രേഖയും തപ്പിയിട്ട്. ഇപ്പം നിന്ന് പഠിച്ചോ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആഫിയത്ത് ആരോഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരൻ, എന്താ അവിടെ കുറേ ചങ്ങായിമാർ നിൽക്കണേ? ആ സ്ക്രീനൊക്കെ ഓഫാക്കടാ ചങ്ങാതി. നീ ആ സ്ക്രീൻ്റെ ആള്, ആ സ്ക്രീൻ അങ്ങ് ഓഫാക്കിയാലേ പോട്ടെ. ഇല്ല, കറണ്ട് ബില്ല് എത്ര ലാഭിക്കുക. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ, സംഘാടകർ പറഞ്ഞു, ഉസ്താദെ ഇവിടെ ഒരു പള്ളിയുണ്ട്, മദ്രസയുണ്ട്, സൗകര്യമില്ല. ഏതാ അത്യാവശ്യം? പള്ളി, ആ മദ്രസ അതെന്ത് ചെയ്യണോ? എൻ്റെ ഒരു കിഡ്നി തന്നാൽ പറ്റുമോ? ഇത് കുടിച്ച എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. ഒരിത്തിരി കഞ്ഞിവെള്ളം കുടിച്ചു, അതിൻ്റെ പവർ തീർന്നിട്ട് അതാ ഇരുന്നേ, കുഴപ്പമില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സ്വർണ്ണ വിടാത്ത, സ്വർണ്ണം എന്നല്ലേ പറയുക, എന്താ പറയുക? എന്താ ബംഗാർ
മോതിരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. താത്താമാരൊക്കെ എഴുന്നേറ്റേ, എഴുന്നേറ്റോ, പോവല്ലേ, എല്ലാം ജയിലിൽ പോവല്ലേ, ഇവിടെയൊക്കെ പണിതിട്ടേക്കാം, ഞങ്ങളുടെ നാട്ടിൽ പണി പോലും തുടങ്ങിയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ ദുആ ചെയ്യാൻ പോവുകയാണ്. അള്ളാഹിൻ്റെ അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ട്. എന്താ ഇപ്പോൾ അത് എഴുതിയത്? അസ്മാഉൽ ഹുസ്ന